ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 മലയാള വർഷഫലമാണ്. അത് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ്. അത്തം നക്ഷത്രം കന്നിരാശിയാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് വിചിന്തനം ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കുവാനുള്ള വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാനത് വിഷയം വെച്ച് നിങ്ങൾക്ക് നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു. അത്തം നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെ അനുകൂലമാണ്. ഏറ്റവും പ്രധാനം, എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണല്ലോ ശനി. അത് അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതായത് 6-ാമിടത്ത് ശനി അലറി വാഴും എന്നൊരു ചൊല്ലുണ്ട്. അത് വളരെ അർത്ഥവത്തായിട്ട് ധാരാളം ആൾക്കാരിൽ ഞാൻ കണ്ടുവരാറുണ്ട്. 6-ാമിടത്ത് ശനി സഞ്ചരിക്കുന്ന കാലം ഒരു വർഷം. അത് ഇപ്പോൾ ദൈവാധീനവും ഉള്ള കാലം. അതായത് അത്തം നക്ഷത്രക്കാരുടെ സുഖസ്ഥാനത്തിൻ്റെയും ദാമ്പത്യഭാവത്തിൻ്റെയും ഒക്കെ അധിപനായ ആ ശുഭഗ്രഹം, നൈസർഗിക ശുഭനാണ് വ്യാഴം. അത് സർവേശ്വരകാരകനാണ്. ആ വ്യാഴം ഭാഗ്യസ്ഥാനം 9-ാമിടത്ത് ബലവാനായിട്ട് നിൽക്കുന്ന ഈ വർഷം, ഈ ഒരു വർഷം അങ്ങനെയുണ്ട്. ഈ അത്തം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും അത്യപൂർവവുമായ പല നേട്ടങ്ങളും വന്നിച്ച്, അത് തൊഴിൽ രംഗത്തായാലും മറ്റ് ഏത് കാര്യത്തിലും വിജയപ്രദമാണ്. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദേഷ്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കണ്ടാൽ തന്നെ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടാൽ അത് നല്ല രീതിയിൽ ദൈവാധീനമുള്ളതിനാൽ ചികിത്സ ഫലിക്കും. അതായത് അത്തം നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന കന്നിരാശിയിലാണ് ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞത്. ഒരു കാര്യവുമില്ലാതെ ചില കാര്യങ്ങൾ അങ്ങ് വന്നിട്ട് നമ്മളെ ഇട്ട് വിഷമിപ്പിക്കുക, മനക്ലേശം ഉണ്ടാക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുക, അത് ഒഴിവാക്കുവാനായിട്ട് നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അടുത്തത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യമാണ്. അതായത് ഒരു കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്നവരായാലും സമൂഹത്തിലെ സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും രാഷ്ട്രീയക്കാരായാലും ഒരു ഓഫീസിൻ്റെ ചുമതലയുള്ള, അത് ചെറിയ ജോലിയാകട്ടെ, ഒരു പിയൂണിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഓഫീസർക്കുമുണ്ട്. മെഡിക്കൽ രംഗത്തായാലും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ ജോലിക്കാർക്കാണല്ലോ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. മേലധികാരികളിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നുമൊക്കെ നല്ല സഹകരണം ഉണ്ടാകുകയും നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും സന്തോഷമുള്ള ഒരു കാലമാണ്. മേലധികാരികളോട് ഒരു വാക്ക് പറഞ്ഞാൽ, ഈ അത്തം നക്ഷത്രക്കാർ പറഞ്ഞാൽ, അത് അവരെ ഒരു അനുകൂലമായ തീരുമാനമെടുത്ത് ഒരു പുരോഗതി വന്നു ചേരുവാൻ അത്തം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ നല്ല ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ് കടന്നു വരിക. അതായത് ഭാഗ്യാധിപൻ കൂടിയാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് ശനിഗ്രഹം. മറ്റൊരു ഭാഗ്യാധിപനാണ് ശുക്രൻ. ശുക്രനും ശനിയുടെയും ഒക്കെ യോഗങ്ങൾ വരിക. അതുപോലെ തന്നെ ആ 2 ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുക. അതായത് സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, അങ്ങനെയൊക്കെ മാറി മാറി സഞ്ചരിക്കുകയും ഭാഗ്യസ്ഥാനത്തുകൂടി മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രാധിപ ഗ്രഹം ഭാഗ്യസ്ഥാനത്തൂടെയും ഇഷ്ടഭാവത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ വർഷം പല സന്ദർഭങ്ങളിലും ഒരു വർഷം കടന്നു പോകുമ്പോൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അതിലപ്പുറവും പുരോഗതി പ്രാപിക്കുവാൻ സാധിക്കും. അത് ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് രോഗങ്ങളൊക്കെ മാറുന്നതിനും
അതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും മറ്റ് ജോലിക്കായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്കൊക്കെ അത് കിട്ടുവാൻ യോഗമുണ്ട്. ഇപ്പോൾ പ്രണയം നിലവിലുള്ളവർക്കും അതുപോലെ തന്നെ പ്രണയിക്കുവാൻ സാധ്യതയുള്ളവർക്കും ഈ നക്ഷത്രക്കാർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്. നക്ഷത്രത്തിന് പ്രണയ സാഫല്യം വന്നു ചേർന്ന് ഇപ്പോൾ പ്രണയിക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട്. പ്രണയത്തിലൂടെ വിവാഹം മനസ്സിനിണങ്ങിയ രീതിയിൽ ആർക്കും ഒരു സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ പ്രണയിക്കുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുക. അത് സമുദായം ഏതാകട്ടെ, സാമ്പത്തികം എന്തുമാകട്ടെ, ഈ അത്ത നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ചില സാഫല്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാൽ പോലും അല്ലാത്തവർക്കും ഒക്കെ, അതായത് തൻ്റെ ഒരു കുറ്റവും കൂടാതെ ചിലപ്പോൾ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിത പങ്കാളിയുടെ ചില അനിഷ്ടങ്ങൾ മൂലം ഡൈവേഴ്സൊക്കെ ആയ ധാരാളം ആൾക്കാരുണ്ട്. ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ ഒരു പുനർവിവാഹം വന്ന് നടക്കുന്നതിനും ഒക്കെ നല്ല യോഗമുള്ള ഒരു വർഷമാണ്. അതിനുള്ള ദൈവാധീനം ഉണ്ട്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അഭിവൃദ്ധികൾ വന്നു ചേരും. അത് മെഡിക്കൽ രംഗമായാലും IT മേഖലയായാലും ട്രാൻസ്പോർട്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധന വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ്. ജലരാശി അധിപന്മാരുടെയും മറ്റ് ജലഗ്രഹങ്ങളുടെയും വായുരാശി അധിപൻ്റെയൊക്കെ സ്ഥിതി വളരെ നന്നായിരിക്കുന്ന ഈ വർഷം ഭാഗ്യവും ദൈവാധീനവും ഉള്ളതിനാൽ സപ്തസാഗരങ്ങൾ കടന്നു പോകുന്നതിന് പഠനത്തിനായിട്ടും തൊഴിലിനായിട്ടും ഒക്കെ പോകുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കുമൊക്കെ അതിന് ഏറ്റവും ദൈവാധീനവും ഭാഗ്യവുമുള്ള വർഷമാണ്. ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക. ഇങ്ങോട്ട് ചില അവസരങ്ങളും ഓഫറുകളും വരും. അത് നല്ല രീതിയിൽ ചിന്തിക്കുക, പ്രവർത്തിക്കുക. വിജയം സുനിശ്ചിതമായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് മറ്റ് ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും അവർക്ക് നല്ല വിജയങ്ങൾ ഒക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ധനാഗമന യോഗങ്ങൾ, ഏതെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റ് സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഒരു പരിചയവുമില്ലാത്ത ഒരു യാത്രാവേളയിൽ ഒരാളെ പരിചയപ്പെട്ടു, അത് മുഖാന്തരം ഒക്കെ ഒരു തൊഴിൽ പുരോഗതികൾ വന്നു ചേരുക. പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതിന് വേണ്ടി പ്രവർത്തിച്ച് ഒരു അപേക്ഷ അയക്കുന്ന കാര്യമായാലും ആരെങ്കിലും ഒരു സൂചന തന്ന് ഒരു പുരോഗതി ഉണ്ടാകുവാനൊക്കെ യോഗമുണ്ട്. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് നല്ല ഭാഗ്യമുള്ള ഒരു വർഷമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമുണ്ട്. അതുപോലെ ഒരു വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കോ ഒരു ഗൃഹം പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കുറച്ച് ചിലപ്പോൾ കടങ്ങളൊക്കെ വരാം. അത് ഈ അത്ത നക്ഷത്രക്കാർക്ക് ഈ വർഷം അങ്ങനെയാണ്. അത് വീടുന്നതിനും വർഷാവസാനമാകുമ്പോഴത്തേനും വീടുന്നതിനും യോഗമുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഭാഗ്യമുള്ള ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1200 മലയാള വർഷം അത്തം നക്ഷത്രക്കാർ. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.